എന്താണ് ലഹരി? ലഹരി എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സിഗരറ്റിന്റെയും മദ്യത്തിന്റെ ഒക്കെ ചിത്രമായിട്ട് ഓർമ്മ വരുന്നില്ലേ? പക്ഷെ അതല്ല ശരിക്കും ലഹരി. ലഹരി എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനോടും ഉണ്ടാകുന്ന ആസക്തിയാണ് ലഹരി എന്ന് പറയുന്നത്. അതിപ്പോ ഒരാളോടാകാം, ഒരു വസ്തുവിനോടാകാം. ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ കൂടുതലും പേര്. ഇവിടെ പ്രായമുള്ളവർ വെച്ച് ബാക്കി എല്ലാവർക്കും മൊബൈൽ ഫോണിന്റെ ലഹരിയാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മൊബൈൽ ഫോൺ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കതില്ലാതെ പറ്റത്തില്ല. നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഫോൺ കുറച്ചു നേരം ഓഫായിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു ലഹരിയാണ് അല്ലെ? അതുപോലെ ഏതൊരു വസ്തുവിനോടും ഉണ്ടാകുന്ന ലഹരി. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മോശമായിട്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ലഹരിയെ പറ്റിയാണ്. മോശമായിട്ട്, അതായത് ബാഡായിട്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ലഹരിയെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ദൈവത്തിന്റെ സൃഷ്ടി, അതായത് ദൈവം ഭയങ്കരമായും അത്ഭുതകരമായും ഭംഗിയായും സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ ആരോഗ്യത്തെ തകർക്കാൻ നമുക്ക് അധികാരമുണ്ടോ? നമ്മുടെ ശരീരമില്ലേ, നമ്മുടെ ബോഡിയല്ലേ? എനിക്ക് എന്തുകൊണ്ടൊക്കെ ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? ദൈവം വസിക്കുന്ന ഇടമാണ് നമ്മുടെ ശരീരം അല്ലേ? ദൈവവചനം ഇങ്ങനെ പറയുന്നു, എന്റെ മന്ദിരത്തെ തകർക്കുന്നവരെ ഞാൻ നശിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മളെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്ന എന്ത് നമ്മൾ ചെയ്താലും അത് ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല. ക്രിസ്തുവിൽ വളരുക എന്നൊരു ചെറിയൊരു സന്ദേശമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുവാനായിട്ട് പോകുന്നത്. 2 പത്രോസ് 3:18 വാക്യത്തിൽ പറയുന്നു, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. ആ പരിജ്ഞാനത്തിൽ നാം വളരുന്നുണ്ടോ? അപ്പൊ വളർച്ച എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം മനസ്സിലോടി വരുന്നത് ഇന്ന കാര്യങ്ങളായിട്ട്. കാരണം പലപ്പോഴും ഇതിന് വരെ നമ്മളത് ഒരു വ്യക്തമായ ഒരു സൈക്കിളിൽ വരാനായിട്ട് ഒരുപാട് സമയം എടുക്കാറുണ്ട്. എന്നാലും നോക്കുമ്പോൾ കർത്താവിനെ അറിഞ്ഞു, സഹായങ്ങൾ പങ്കെടുക്കുന്നു, പ്രാർത്ഥന, ബൈബിൾ വായന കൊണ്ട് ദശാംശം കൊടുക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് വളർച്ച? ഇത് പലപ്പോഴും ചെയ്യുവാനായിട്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനുപരിയായി ഒരു വളർച്ച, ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മെ വളർത്തുവാനായിട്ട്, കർത്താവിൽ വളർത്തുവാനായിട്ട്, വളരുവാനായിട്ട്, നമ്മുടെ കൂട്ടായ്മ യോഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ കർത്താവിൽ വളർത്തുവാനായിട്ട്, കർത്താവുമായിട്ട് നമുക്ക് ഒരു ബന്ധം നേടിയെടുക്കുവാനായിട്ടുള്ള പ്രബോധനങ്ങൾ നമുക്ക് നൽകുന്നു. പക്ഷെ നാം കേൾക്കുന്ന വചനത്തിൽ മാത്രം കേൾക്കുന്നു, അതവിടെ കളഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ വളർച്ച സംഭവിക്കുന്നില്ല. ഇന്ന് നാം നോക്കുമ്പോഴത്തേക്കും, ഈ ലോകത്തിൽ നോക്കുമ്പോഴത്തേക്കും അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഈ നേരത്തെ പറഞ്ഞ സഹായങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, പാടുന്നുണ്ട്, നല്ല രീതിയിൽ പാടുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവൃത്തി നോക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ്? ഏതിലോട്ടാണ് പോകുന്നത്? ഒരു കാലത്ത് നോക്കുമ്പോഴത്തേക്കും മദ്യപാനം. കർത്താവിന് ഒരു വളർച്ച അവർക്കില്ല. കർത്താവ് ഒരു ബന്ധം അവർ സ്ഥാപിച്ചെടുക്കുന്നില്ല. കേൾക്കുന്നതിൽ മാത്രം നിൽക്കുന്നു. പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേക്കും കേട്ട കാര്യങ്ങൾ സഭയായിട്ട് ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ അച്ഛനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സമൂഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടോ, നാം വളർന്നുള്ള ചുറ്റുപാടുകൾ നമ്മളില്ല അന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളോട്ടും പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളില് കർത്താവുമായൊരു ബന്ധമില്ലാതെ വരുന്നത് കാരണമാണ് ഈ അവസ്ഥകളിലോട്ട് അവർ ആയിപ്പോകുന്നത്. ഏത് തരത്തിലുള്ള വളർച്ച? പരിജ്ഞാനത്തിലുള്ള വളർച്ച. അപ്പോൾ പരിജ്ഞാനം എവിടെ നിന്ന് ലഭിക്കുന്നു? ദൈവവചനത്തിൽ നിന്ന്. ഭൗതിക വളർച്ച, ആത്മീയ വളർച്ച, ഇതില് ഏതാണ് പ്രധാനമായിട്ടുള്ളത്? പ്രകാശമായി പ്രകാശമായി യേശുവുണ്ട് ഞങ്ങൾക്ക്. പ്രകാശമായി പ്രകാശമായി യേശുവുണ്ട് ഞങ്ങൾക്ക്. യേശുവുണ്ട് ഞങ്ങൾക്ക്. അന്ധകാര
വെളിച്ചമായി പ്രകാശമായി യേശുവുണ്ട് ഞങ്ങൾക്ക്, യേശുവുണ്ട് ഞങ്ങൾക്ക്. പ്രകാശമായി നമുക്ക് ആരുണ്ട്? യേശു. ബാല്യത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പൈതലിന് എന്ത് വേണം? അവിടെ യേശു കർത്താവുമായിട്ടുള്ള ബന്ധം വേണം. അതാണ് ഇവിടെ സൂര്യപ്രകാശമായിട്ട് വരുന്നത്. സൂര്യപ്രകാശം ഇല്ലാതെ ചെടി കൊണ്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ വാടി 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 ക്രിസ്തുവിൽ നമ്മുടെ മക്കൾ വളരണം. അതിന് വേണ്ടിയിട്ട് നാം കൊടുക്കേണ്ടത് വളരുവാനായിട്ടുള്ള സാഹചര്യം, ക്രിസ്തുവിനെ അറിയുവാനായിട്ട് വളരുവാനായിട്ടുള്ള സാഹചര്യം. യേശുവിനെ ഇഷ്ടമാണ്, നന്മകൾക്കായെന്നും സ്തുതിച്ചിടുന്നു, ദിവസവും വചനം വായിക്കുന്നു, പ്രാർത്ഥനയോടെല്ലാം ചെയ്തിടുന്നു. എനിക്കെന്റെ യേശുവിനെ ഇഷ്ടമാണ്, നന്മകൾക്കായെന്നും സ്തുതിച്ചിടുന്നു, ദിവസവും വചനം വായിക്കുന്നു, പ്രാർത്ഥനയോടെല്ലാം ചെയ്തിടുന്നു. വെള്ളം കൊടുത്തു, വളം കൊടുത്തു, സൂര്യപ്രകാശം എല്ലാം നല്ല രീതിയിൽ കിട്ടുന്ന രീതിക്ക് എല്ലാം ചെയ്തു കൊടുത്തു. അടുത്ത് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ആവശ്യമില്ലാത്ത പാഴ്ചെടികൾ. ഇതിനെ നാം എന്ത് ചെയ്യണം? പിഴുത് കളയണം. കളഞ്ഞില്ല എങ്കിൽ നാം കൊടുക്കുന്ന വളവും വെള്ളവും ഒന്നിനും അതിന് കിട്ടത്തില്ല. അതിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വളരാൻ പറ്റും? ഇനി അവസാനമായിട്ട് ഭൗതിക വളർച്ച. നമ്മളിപ്പോ എല്ലാ ആത്മീയ വളർച്ചയെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഭൗതിക വളർച്ചയെ കുറിച്ച് ഒന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ. അതെന്താ വചനം പറയുന്നത്? മത്തായി 6:33 പറയുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾ കിട്ടും. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ ആശ്വാദങ്ങളിലേക്കുള്ള നമ്മെ സ്നേഹിച്ച് സ്വന്തം ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, നമ്മെ ആശ്വസിപ്പിച്ചു നടത്തുന്ന പരിശുദ്ധാത്മ സംസർഗം കൂട്ടായ്മ നമ്മോരോടും ചോദിച്ച എല്ലാ കാര്യങ്ങളോടും, പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതം മുതൽ നാം പങ്കെടുത്ത ക്ലാസ്സിനോടും ജീവിതത്തിൽ അതന്വർത്ഥമാക്കി ക്രിസ്തുവിൽ വളർന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.